നമസ്കാരം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഭീതിയും അനിശ്ചിതത്വവും പടർത്തിക്കൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടത്തിൻ്റെ കരുത്തുറ്റ തൂണുകളായിരുന്ന അലി ലാരിജാനി, ഗുലാം റേസ സുലൈമാനി, ഇസ്മായിൽ ഖത്തീബ് എന്നിവരുടെയൊക്കെ അപ്രതീക്ഷിത വധം ഇറാൻ്റെ സുരക്ഷാ കവചത്തിൽ വലിയ വിള്ളലുകളാണ് ഇപ്പോൾ വീഴ്ത്തിയിരിക്കുന്നത്. ഇറാൻ്റെ നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയുടെ വധത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആസൂത്രിത ആക്രമണങ്ങൾ അത് ഇറാൻ്റെ ഭരണസിര കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് ഈ സൈനിക നടപടികളെ ഇറാൻ്റെ ഭീകര ഭരണകൂടത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നിർണായക ചുവടുവയ്പായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിൽ നടത്തിയ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങളിലൂടെ തങ്ങളുടെ ശത്രുക്കളെ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുന്ന ഇസ്രയേലിൻ്റെ തന്ത്രം മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അലി ലാരിജാനിയുടെ വധം ഇറാന് കേവലം ഒരു നേതാവിൻ്റെ നഷ്ടം എന്നതിലുപരിയായി അവരുടെ നയതന്ത്ര സൈനിക ഏകോപനത്തിൻ്റെ തകർച്ച കൂടിയാണ്. 67 വയസ്സുകാരനായിട്ടുള്ള ലാരിജാനി ഇറാൻ ജുഡീഷ്യറിയിലും ഇൻ്റലിജൻസ് മന്ത്രാലയത്തിലും ദീർഘകാലം സേവനമനുഷ്ഠിച്ച അനുഭവസമ്പന്നനായിട്ടുള്ള നേതാവായിരുന്നു. IRGCയെ ഏകോപിപ്പിക്കുന്നതിലും ഇസ്രായേലിനെതിരായിട്ടുള്ള തിരിച്ചടികൾ ആസൂത്രണം ചെയ്യുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട ഗുലാം റേസ സുലൈമാനിയും ഇറാനിയൻ സൈന്യത്തിൻ്റെ കരുത്തനായിട്ടുള്ള കമാൻഡറായിരുന്നു. ലാരിജാനിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പുറത്തിറക്കിയ കുറിപ്പിൽ അദ്ദേഹം ഇസ്ലാമിക വിപ്ലവത്തിനായിട്ട് ജീവിതം ഉഴിഞ്ഞുവെച്ച രക്തസാക്ഷിയാണെന്ന് വിശേഷിപ്പിക്കുകയാണ്. ഈ കൊലപാതകങ്ങൾക്ക് പകരം ചോദിക്കുമെന്ന് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തരൂഷിതമായിട്ടുള്ള പോരാട്ടങ്ങൾക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. ഇൻ്റലിജൻസ് മന്ത്രാലയത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ഇസ്മായിൽ ഖത്തീബിൻ്റെ വധം ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഏൽപ്പിച്ച ആഘാതം വിവരണാതീതമാണ്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പോരാടി പരിക്കേറ്റ ചരിത്രമുള്ള ഖത്തീബ് പിന്നീട് ഇറാൻ്റെ സൈബർ യുദ്ധമുറകൾക്കും വിദേശ രാജ്യങ്ങളിലെ ചാരപ്രവർത്തനങ്ങൾക്കുമൊക്കെ തന്നെ നേതൃത്വം നൽകി. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് അർമേനിയൻ സർക്കാർ വെബ്സൈറ്റുകൾക്ക് നേരെ നടത്തിയ സൈബർ ആക്രമണങ്ങളുടെയൊക്കെ തന്നെ പേരിലായിരുന്നു. ഇസ്രയേൽ നടത്തിയ രാത്രികാല വ്യോമാക്രമണത്തിൽ ഖത്തീബ് കൂടി കൊല്ലപ്പെട്ടതോടെ 2 ദിവസത്തിനുള്ളിൽ 3 ഉന്നത നേതാക്കളെയാണ് ഇറാന് നഷ്ടമായിരിക്കുന്നത്. ഇതോടെ ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷയും ചാരശൃംഖലയും എത്രത്തോളം ദുർബലമാണെന്ന ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. തങ്ങളുടെ നേതാക്കളുടെ വധത്തിന് മറുപടിയായിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അത് ഇസ്രയേലിനെ തന്നെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തവണ ഇറാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതീവ അപകടകാരിയായിട്ടുള്ള ക്ലസ്റ്റർ വാർ ഹെഡുകളായിരുന്നു. ലക്ഷ്യസ്ഥാനത്തിൻ്റെ തൊട്ടുമുകളിൽ വെച്ച് മിസൈലിൻ്റെ മുൻഭാഗം വിഘടിക്കുകയും അതിനുള്ളിൽ നിന്ന് 100 കണക്കിന് ചെറിയ ബോംബുകൾ ഒരു പ്രദേശം മുഴുവൻ പെയ്തിറങ്ങുകയും ചെയ്യുന്ന ഈ ഒരു സാങ്കേതികവിദ്യ അത് ഇസ്രയേലിൻ്റെ വിഖ്യാതമായിട്ടുള്ള അയൺ ഡോം ആരോ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പോലും മറികടക്കാൻ ശേഷിയുള്ളതാണ്. രക്തത്തിന് പകരം രക്തമെന്ന നയമാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് ഇറാൻ സൈനിക മേധാവി ജനറൽ അമീർ ഹത്താമി വ്യക്തമാക്കിയതോടെ ഇസ്രയേലിൻ്റെ ആകാശം ഇനിയും അഗ്നിവർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷം മുറുകുന്നതിനിടെ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയിയെക്കുറിച്ചുള്ള ദുരൂഹതകളും ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരികയാണ്. പിതാവ് ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ട അതേ ആക്രമണത്തിൽ മുജ്തബയുടെ കാലുകൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് പരിക്കുകൾ കാരണമാണെന്നാണ് കരുതപ്പെടുന്നത്. മുജ്തബ ഖമേനി സുരക്ഷിതനാണെന്ന് ഇറാൻ സർക്കാർ അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ വീണ്ടും ഇസ്രയേലിൻ്റെ ലക്ഷ്യമാകുമോ എന്ന ഭയവും ഇറാനിയൻ ഭരണകൂടത്തിനുണ്ട്. ഇതോടെ മുജ്തബ ഖമേനിയുടെ ഔദ്യോഗിക ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തുവിടാനായിട്ട് ഇറാൻ അധികൃതർ ഇപ്പോഴും തയ്യാറാകാത്തത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. മുജ്തബ ഖമേനി നിലവിൽ റഷ്യയിൽ അതീവ രഹസ്യമായിട്ട് ചികിത്സയിലാണെന്ന വാർത്തകൾ അത് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പുതിയൊരു രാഷ്ട്രീയ തലം കൂടി ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. കുവൈറ്റ് മാധ്യമമായിട്ടുള്ള അൽ ജാരിദ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് മുജ്തബ ഖമേനിയെ മോസ്കോവിലെ സബ്കാരി മെഡിക്കൽ കേന്ദ്രത്തിൽ എത്തിച്ചതെന്ന്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് റഷ്യയുടെ സംരക്ഷണത്തിലാണെന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത്. ചാരക്കണ്ണുകളെ വെട്ടിച്ച് മുജ്തബയെ റഷ്യയിലെത്തിക്കാനായിട്ട് സാധിച്ചത് ഇറാൻ്റെയും റഷ്യയുടെയും രഹസ്യാന്വേഷണ ഏകോപനത്തിൻ്റെയൊക്കെ തന്നെ വിജയമായിട്ടാണ് ഇവിടെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.
മുജ്തബയുടെ ആന്തരിക അവയവങ്ങൾക്കും കരളിനും പരിക്കേറ്റതായിട്ടും ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നതായിട്ടുമൊക്കെ തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ റഷ്യയിൽ നിന്നുമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ നടത്തുന്ന ഭീഷണികൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം കടുത്തിരിക്കുകയാണ്. മുജ്തബ ഖമനേയിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടെഹ്റാൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉന്മൂലന പട്ടികയിൽ ഉണ്ടായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനിയൻ ഭരണകൂടം നിയമിക്കുന്ന ഏത് നേതാവും തങ്ങൾക്ക് വ്യക്തമായ സൈനിക ലക്ഷ്യം മാത്രമാണെന്നും അവർ എവിടെ ഒളിച്ചിരുന്നാലും തങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുമെന്നുമാണ് കാറ്റ്സിൻ്റെ നിലപാട്. മുജ്തബയുടെ മുഖം വികൃതമായതാകാം അദ്ദേഹം ഒളിവിൽ തുടരാനായിട്ട് കാരണമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പരിഹസിക്കുക കൂടി ചെയ്തതോടെ വാക്പോരും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ മുറുകുകയാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായിട്ടുള്ള ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ബോംബാക്രമണം അത് കടൽ മാർഗമുള്ള വ്യാപാരത്തെയും ഇപ്പോൾ ഏറെക്കുറെ ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 5000 പൗണ്ട് ഭാരമുള്ള ഡീപ്പ് പെനിട്രേറ്റർ ബോംബുകളാണ് അമേരിക്ക ഇറാന്റെ തീരപ്രദേശങ്ങളിൽ പ്രയോഗിച്ചത്. കഠിനമായ പാറക്കെട്ടുകൾക്കും കോൺക്രീറ്റ് പാളികൾക്കും താഴെ ഒളിപ്പിച്ചിരിക്കുന്ന മിസൈൽ വിക്ഷേപണ തറകളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ ബോംബുകൾ. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായിട്ടുള്ള നീക്കത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ മുൻപ് ഉപയോഗിച്ച ബോംബുകളെ അപേക്ഷിച്ചുകൊണ്ട് പ്രകടനശേഷി കുറവാണെങ്കിൽ പോലും മിസൈൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഇവ പര്യാപ്തമാണെന്നും സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ പരാജയമാണെന്ന വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ശക്തമാണ്. 2003 ഇറാഖ് യുദ്ധത്തിന് സമാനമായ പാളിച്ചകളാണ് ട്രംപ് ഭരണകൂടം ആവർത്തിക്കുന്നതെന്നും കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പോലെയുള്ള സംഘടനകൾ പോലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധവിദഗ്ധരെയും നയതന്ത്രജ്ഞരെയും ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചെറിയ സംഘം എടുക്കുന്ന തീരുമാനം അത് അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്ക് പോയ അമേരിക്കൻ പ്രതിനിധിക്ക് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ലഭിച്ചതെന്നും ഇത് സൈനിക നീക്കങ്ങളെയൊക്കെ തന്നെ ബാധിച്ചുവെന്നും ആരോപണമുണ്ട്. കൃത്യമായിട്ടുള്ള പദ്ധതിയോ രാഷ്ട്രീയ ലക്ഷ്യമോ ഇല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നത് മേഖലയെ ആകെ തകർക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ വിലയിരുത്തലും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നൈരൂപീകരണ രീതികളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക സുരക്ഷാ കൗൺസിലിലെ ചർച്ചകൾക്ക് പകരം തൻ്റെ സ്വകാര്യ വസതിയിലെ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ട്രംപ് ആക്രമണങ്ങൾക്ക് അനുമതി നൽകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. സൈനിക തലവന്മാരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. ഒരേ സമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനും ഭരണമാറ്റം കൊണ്ടുവരാനും ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാനും ശ്രമിക്കുന്നത് അത് സൈനിക ലക്ഷ്യങ്ങളെയൊക്കെ തന്നെ അവ്യക്തമാക്കുന്നുണ്ട്. ഓരോ സമയത്തും ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അത് സൈനിക ആസൂത്രണം ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നും പെൻറ്റഗണിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിൻ്റെ ഇടപെടലുകളും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് വലിയ പരിചയമില്ലാതെ അധികാരത്തിലെത്തിയ ഹെക്സത്ത് സൈനിക ഉപദേശങ്ങളെക്കാൾ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാണ് മുൻഗണന നൽകുന്നതെന്നാണ് ആരോപണം. ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തുവെന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ പല സ്വതന്ത്ര ഏജൻസികളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെയൊക്കെ തന്നെ മരണം അത് മാധ്യമങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നുവെന്ന് ഹെക്സത്ത് ഇവിടെ കുറ്റപ്പെടുത്തിയത് ജനങ്ങൾക്കിടയിൽ പോലും പ്രതിഷേധത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. കൂടാതെ സിവിലിയൻ മരണങ്ങൾ ട്രാക്ക് ചെയ്യുന്ന പെൻറ്റഗൺ ഓഫീസ് നിർത്തലാക്കിയ അദ്ദേഹത്തിൻ്റെ നടപടി അത് അമേരിക്കയുടെ യുവനീതിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. പശ്ചിമേഷ്യയിലെ ഈ മഹാസംഘർഷം അത് എങ്ങോട്ട് നീങ്ങുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖമനേയി റഷ്യയുടെ സംരക്ഷണത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുന്നുവെന്ന വാർത്ത അത് ശരിയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയായിരിക്കും ഉയർത്തുക. ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയുമായിട്ട് രംഗത്തെത്തിയത് യുദ്ധത്തെ ഒരു ആഗോള പ്രതിസന്ധിയായി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. തങ്ങളുടെ ചാരന്മാർ വഴി ലഭിച്ച വിവരങ്ങൾ തെറ്റിച്ചുകൊണ്ട് മുജ്തബ ഖമനേയി രക്ഷപ്പെട്ടത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വലിയ പരാജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ മേഖലയിൽ കൂടുതൽ സൈനിക നീക്കങ്ങളും രാഷ്ട്രീയ അട്ടിമറികളും പ്രതീക്ഷിക്കാമെന്നിരിക്കെ ലോകം മുഴുവൻ ആശങ്കയോടെ പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്.